ഓണം ബമ്പർ കൊച്ചിയിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തകൾ കണ്ടിരുന്നു. അത് ആ ഭാഗ്യവാൻ ആരാണെന്നുള്ള അന്വേഷണത്തിലാണ് എല്ലാവരും. ഇത് നെട്ടൂർ സ്വദേശിക്ക് തന്നെയാണ് ഈ ഭാഗ്യം വന്നിരിക്കുന്നത് എന്നാണ് ലതീഷ് ചേട്ടൻ പറയുന്നത്. ചേട്ടാ, എങ്ങനെയാ ആളെ ഒരു സൂചനകളൊക്കെ കിട്ടിയോ? നെട്ടൂരുകാരനാണെന്ന് ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞ്, അവൻ വിളിച്ച് ചീത്ത പറഞ്ഞ്. ഇപ്പം വ്യക്തമായിട്ട് ഒരാളെ നമുക്ക് മനസ്സിലായിട്ടില്ല. അത് നെട്ടൂരുകാരനാണ് ഒരാളെന്നും ഒരാൾക്ക് വാട്സപ്പിൽ ടിക്കറ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ലാതെ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, സത്യമായിട്ടും അറിയില്ല. നെട്ടൂരുള്ള ആളാണെന്ന് സ്ഥിരീകരിക്കാം. അത് നമ്മുടെ ഒരു ആഗ്രഹമാണ്, നെട്ടൂരുള്ള ആൾ വേണമെന്ന്. നെട്ടൂരുകാരൻ തന്നെയാണ്, ഉറപ്പാണ്. തിങ്കളാഴ്ച എന്തായാലും വ്യക്തമായിട്ട് കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ വരും തിങ്കളാഴ്ച. ചേട്ടൻ്റെ സുഹൃത്തിന് ഈ ലോട്ടറിയുടെ ടിക്കറ്റിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കുകയത് അതിപ്പോൾ ഫേക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതല്ല, വിശ്വസിക്കാവുന്ന ആളാണ് അയച്ചു കൊടുത്തേക്കണം. ഇപ്പം തന്നെ എന്തോരം പേര് പാലക്കാട് അടിച്ചെന്നും പറഞ്ഞ് ഈ ടിക്കറ്റിൻ്റെ തന്നെ വാട്സപ്പിൽ ഞാൻ കണ്ടു പലതും. എന്നിട്ട് പാലക്കാട് എന്തോ ഒരാളുടെ പേരും പറഞ്ഞൊക്കെ പറഞ്ഞ്, അതേപോലെയൊന്നും അല്ല, വിശ്വസിക്കാവുന്ന ആളാണ് പറഞ്ഞേക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ചേട്ടൻ്റെ പ്രതികരണങ്ങളുണ്ടായിരുന്നു. നെട്ടൂരുള്ള ഒരാൾക്ക് തന്നെ കിട്ടുവാണെങ്കിൽ വലിയ സന്തോഷം. അല്ല, അത് ഞാനിവിടെ 30 കൊല്ലമായിട്ട് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു സന്തോഷം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് അവർക്ക് തന്നെ കിട്ടിയാൽ നമുക്കൊരു സന്തോഷമല്ലേ. നമ്മൾ ഒരു നാട് കൊണ്ട്, ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഇവിടം കൊണ്ട് ജീവിച്ചതാണ്. അപ്പോൾ അവർ നെട്ടൂരുള്ള ഒരാൾക്ക് കിട്ടിയാൽ അതിനൊരു സന്തോഷം, അത്രേ കാര്യമുള്ളൂ. നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്, ബാങ്കിൽ പോകണം, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ആൾ മറ്റുള്ളവർക്ക് മുൻപിൽ വരാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ടോ? നെട്ടൂരുകാരാകുമ്പോൾ വരാൻ സാധ്യത കുറവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കോടി ജൂലൈ 3 അടിച്ച ആൾ ഇതുവരെയും വന്നല്ല. പക്ഷേ ടിക്കറ്റ് മാറി, ബാങ്കിലും ആരും പറഞ്ഞിട്ടില്ല, ടിക്കറ്റ് മാറിപ്പോയി. ഞാനും കണ്ടിട്ടില്ല ആളെ, ആ 1 കോടി അടിച്ച ആളാണ്. ഇതിപ്പോൾ എൻ്റെ അടുത്ത് വന്നോന്നില്ല, കാരണം എനിക്ക് അർഹതപ്പെട്ട കാശ് എനിക്ക് കിട്ടും. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് വന്നോന്നില്ല, എനിക്ക് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി മാത്രമുള്ള കാര്യത്തിൽ, അല്ലാതെ വേറെ ഒന്നുമില്ല. അതായത് നേരത്തെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് എടുത്ത ടിക്കറ്റിന് തന്നെ 1 കോടി അടിച്ച ആളാണ് ഇപ്പോഴും അജ്ഞാതനായി തുടരുന്നത്. അല്ലല്ല, അയാൾ ഇതുവരെ നമുക്ക് കണ്ടിട്ടില്ല. ജൂലൈ 3 അടിച്ചതാണ് ടിക്കറ്റ് ഞാൻ ഒരു 10 രൂപ ഒരു ആശ കമ്മീഷനിൽ അടിച്ചപ്പോൾ ടിക്കറ്റ് മാറിയിട്ടുണ്ട്. പക്ഷേ ആള് അറിയില്ല, ആള് പറയുകയില്ല. അവിടെ പറയാൻ പാടില്ലെന്നുള്ള നിയമമുണ്ട്, സർക്കാർ നിയമമുണ്ട്. എന്നാൽ പറയണം, എനിക്കറിയില്ല, എനിക്ക് അത്രയൊന്നുമില്ല. പക്ഷേ ബാങ്കിലും ടിക്കറ്റ് മാറിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആളെ ഇതുവരെ മനസ്സിലായിട്ടില്ല. അതേപോലെ തന്നെ ഇതും വരുമായിരിക്കും. എന്തായാലും ഈ നെട്ടൂരുള്ള ആൾ തന്നെയാണ് ഈ ടിക്കറ്റ് എടുത്തത് എന്നാണ് രതീഷ് ചേട്ടൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ ഈ ഭാഗ്യശാലി ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്, ഈ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. അത് വിശ്വസനീയമാണ് എന്നും അദ്ദേഹം പറയുന്നു. ക്യാമറാമാൻ രാജനോടൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി.